വള്ളോപ്പിള്ളി പിതാവിനൊപ്പം നീണ്ട വർഷങ്ങൾ പ്രവർത്തിക്കാനായതിന്റെ സന്തോഷവും പിതാവിന് തന്നോടുണ്ടായിരുന്ന കരുതലും സ്നേഹവും ഓർത്തെടുക്കുകയാണ് തലശ്ശേരി മൈനർ സെമിനാരി റെക്ടറായിരുന്ന ഫാദർ അബ്രഹാം തോണിപ്പാറ. മലബാറിൻ്റെ മോസസ് എന്നാണ് അഭിനന്ദ വള്ളോപ്പിള്ളി പിതാവ് അപരനാമത്തിൽ അറിയപ്പെടുന്നത്. പലപ്പോഴും അപരനാമങ്ങൾ യഥാർത്ഥ നാമത്തേക്കാൾ ശക്തവും വ്യക്തവുമായിരിക്കും. ആരാണ് ഈ നാമം അദ്ദേഹത്തിന് കൊടുത്തതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ അത് ഏറ്റവും ശരിയായ നാമകരണമാണ്. അഭിനന്ദ പിതാവിന് ഏറ്റവും യോജിച്ചതാണ്. ഒരുപക്ഷെ പിതാവിൻ്റെ നാമത്തേക്കാൾ ഉപരിയായിട്ട് പിതാവിന് യോജിക്കുക അഭിനവ മോസസ് എന്നുള്ള ആ പേര് തന്നെയായിരിക്കും. പഴയ നിയമത്തിലെ മോസസിനെ നമുക്കറിയാം. മോസസ് ദൈവം തിരഞ്ഞെടുത്ത വ്യക്തിയായിരുന്നു. ആ തിരഞ്ഞെടുത്ത വ്യക്തി പിന്നീട് തന്നെ തിരഞ്ഞെടുത്തവനോട് ഏറ്റവും അഗാധമായ വിശ്വാസവും ഭക്തിയും പ്രദർശിപ്പിക്കുകയും പൂർണ്ണമായിട്ടും ആ ദൈവത്തിൽ തന്നെ അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്തു. ഒപ്പം തന്നെ മോസസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മോസസിന് ലഭിച്ച നിയോഗമായിരുന്നു. അദ്ദേഹത്തിന് ദൈവം കൊടുത്ത നിയോഗം ഇതായിരുന്നു: തൻ്റെ ജനത്തെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച് സുരക്ഷിതമായി വാഗ്ദാന ഭൂമിയിൽ എത്തിക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന് ലഭിച്ച ദൗത്യം. ആ ദൗത്യം നിറവേറ്റുവാൻ വേണ്ടിയിട്ട് ഏറ്റവും പ്രഗത്ഭനായ ഒരു നേതാവായി അദ്ദേഹം പ്രവർത്തിക്കുകയും പിന്നീട് തൻ്റെ പ്രവർത്തനങ്ങൾ 40-ലേറെ വർഷങ്ങൾ നീണ്ടുനിന്ന ആ പ്രയാണത്തിൽ അദ്ദേഹം ഏറ്റവും വിജയകരമായി പൂർത്തീകരിക്കുകയും ചെയ്തു. ദൃഢനിശ്ചയവും ദൈവത്തിലുള്ള ആശ്രയബോധവും തൻ്റെ ജനത്തിലുള്ള വിശ്വാസവും ആ ജനത്തെ സംഘടിപ്പിച്ച രീതിയുമാണ് അദ്ദേഹത്തെ ആ വലിയ വിജയത്തിലേക്ക് എത്തിച്ചത്. അഭിനവ മോസസ്, മലബാറിൻ്റെ മോസസ് എന്ന് അഭിനന്ദ വള്ളോപ്പിള്ളി പിതാവിനെ പറയുമ്പോൾ ഈ ഗുണങ്ങളെല്ലാം പിതാവിലും അന്വർത്ഥമായിരുന്നു, പൂർണ്ണമായ അർത്ഥത്തിൽ തന്നെ. പിതാവ് ഒത്തിരിയേറെ പേരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടു. ദൈവ നിശ്ചയമായിരുന്നു അത് ഏറ്റവും ഉചിതമായ തീരുമാനമായിരുന്നുവെന്ന് ചരിത്രം സാക്ഷി. ഒന്നുമില്ലാത്ത മലബാറിലേക്ക് നിസ്വനായി കടന്നു വന്ന പിതാവ് പിന്നീട് ഈ ഭൂമികയെ മാറ്റിമറിക്കുകയും വിശാലമായ ഇന്ന് 6 രൂപതകളായി ഭാഗ്യപ്പെട്ടിരിക്കുന്ന ആ വിശാല തലശ്ശേരി എന്ന അതിരൂപതയെ, ഇന്നത്തെ അതിരൂപതയെ ഏറ്റവും പ്രഗത്ഭമായ രീതിയിൽ മോസസിനോട് പോലെ തന്നെ ഒരുപക്ഷെ അതിനേക്കാൾ ഉപരിയായ രീതിയിൽ നയിക്കുകയും പരിപാലിക്കുകയും ദൈവം ആഗ്രഹിക്കുന്നിടത്ത് കൊണ്ടുവെത്തിക്കുവാൻ അദ്ദേഹത്തിന് തൻ്റെ ആയുസ്സിൽ തന്നെ സാധിക്കുകയും ചെയ്തു. വലിയ കൃപയാണ്, അനുഗ്രഹമാണ്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ മോസസ് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയായിരുന്നു. ആ തിരഞ്ഞെടുപ്പ് ഏറ്റവും ഉചിതമായിരുന്നു. കാരണം ദൈവത്തിനെ എല്ലാം അറിയാമല്ലോ. അവിടുന്ന് തിരഞ്ഞെടുത്തത് ഏറ്റവും ഉചിതമായ വ്യക്തിയെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ മോസസ് ദൈവത്തിലെ ഉണർവോടെ ആശ്രയിച്ചു. അഭിനന്ദ പിതാവിനെയും പരിശുദ്ധാത്മാവ് തിരഞ്ഞെടുത്ത് അഭിഷക്തനാക്കി ഇങ്ങോട്ട് അയച്ചു കഴിഞ്ഞപ്പോൾ ആ പിതാവിൻ്റെ ഏറ്റവും വലിയ ശക്തി ദൈവാശ്രയബോധം തന്നെയായിരുന്നു. കാരണം ഒന്നുമില്ലാത്തൊരു ദേശത്തേക്ക്, പാവപ്പെട്ട ജനങ്ങളുടെ ഇടയിലേക്ക്, അറിയപ്പെടാത്ത ദേശത്തേക്ക് കടന്നു വന്ന അദ്ദേഹം തൻ്റെ പ്രവർത്തനങ്ങളെല്ലാം കേന്ദ്രീകരിച്ചിരുന്നത് ദൈവത്തിലാണ്. യോസേപ്പ് പിതാവിലും മാതാവിലുള്ള ഒരു വിശ്വാസത്തിലും അദ്ദേഹത്തെ സഹായിക്കുവാൻ അദ്ദേഹം ഏറ്റവും കൂടുതൽ തന്നെ വരമേൽപ്പിച്ചത് യോസേപ്പ് പിതാവിനെയാണ്, അപ്പം മാതാവിനെയും. ഇപ്രകാരം ആ തിരുകുടുംബത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ലഭിച്ചുകൊണ്ട് പിതാവ് മുന്നോട്ട് പോയി. തന്നെ തിരഞ്ഞെടുത്ത ആ ദൈവത്തോട് നന്ദി പ്രകാശിച്ചുകൊണ്ട് പ്രാർത്ഥന നിരതനായ ഒരു ബിഷപ്പിനെയാണ് ഞാൻ എന്നും കണ്ടിട്ടുള്ളത്, പിതാവിനെ കണ്ടിട്ടുള്ളത്. എപ്പോഴും പ്രാർത്ഥിക്കുന്ന, ജീവിതം പ്രാർത്ഥനയാക്കിയാൻ പറ്റിയൊരു വലിയ മനുഷ്യൻ. ഒരുപക്ഷെ മറ്റുള്ളവർക്ക് തോന്നിയില്ല എങ്കിൽ പോലും അദ്ദേഹത്തോട് ഒത്തിരിയേറെ വർഷങ്ങളടുത്ത് ബന്ധപ്പെട്ട് ജീവിച്ചൊരു വ്യക്തി എന്നുള്ളത് എനിക്ക് പറയുവാൻ സാധിക്കും. പ്രാർത്ഥനയിൽ ആരംഭിച്ച് പ്രാർത്ഥനയിൽ നയിച്ച് പ്രാർത്ഥനയിൽ അവസാനിപ്പിക്കുന്ന ജീവിതമാണ് അദ്ദേഹത്തിൻ്റേത്. കാരണം നിരന്തര ദൈവ സമ്പർക്കം. മോസസ് എപ്പോഴൊക്കെ സംശയം തോന്നിയോ, പ്രശ്നമുണ്ടായപ്പോഴൊക്കെ മലയിലേക്ക് കയറിപ്പോയി ദൈവത്തെ അഭിമുഖം കണ്ടു, ദൈവത്തോട് സംസാരിച്ചു, ദൈവത്തിൻ്റെ സ്വരം കേട്ടു, തിരിച്ചു ജനങ്ങളോടത് പറഞ്ഞു.
അതുപോലെ തന്നെയായിരുന്നു പിതാവ് ചേരുന്നത്. അതിരാവിലെ എഴുന്നേൽക്കും. 5:30 ഉണർത്തുന്ന അടിക്കുന്ന പിതാവാണ്. വേറെ ആരുമല്ല, വേറെ അച്ഛന്മാരോ പണിക്കാരോ ആരുമല്ല, പിതാവ് തന്നെയാണ്. ശേഷം അദ്ദേഹം ചാപ്പലിൽ പ്രാർത്ഥിക്കും. പിന്നീട് പല സമയത്തും ചാപ്പലിൽ പോയി പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഉച്ചയ്ക്ക് പോയി പ്രാർത്ഥിക്കും, വൈകുന്നേരം ജപമാലയുണ്ട്, നമസ്കാരങ്ങളുണ്ട്, എല്ലാം കൃത്യമാണ്. അവിടെയുള്ള എല്ലാവരും സംബന്ധിക്കണമെന്നുള്ളത് നിർബന്ധമായിരുന്നു. പലപ്പോഴും തലശ്ശേരിയിൽ സെമിനാരിയിൽ ആയിരുന്നതുകൊണ്ട് എനിക്ക് പിതാവിനെ അടുത്തറിയാം, അനുധാവനം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. തലശ്ശേരി ഞാനുള്ള സമയത്ത് ഞാൻ 70 മുതൽ 83 വരെയാണ് തലശ്ശേരി സെമിനാരിൽ പ്രവർത്തിച്ചിരുന്നത്. ആദ്യം വൈസ് ഡയറക്ടറായിട്ടും പിന്നെ ഡയറക്ടറായിട്ടും. ആ സമയങ്ങൾ പലപ്പോഴും പിതാവിൻ്റെ കൂടെ യാത്ര ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. കാരണം തലശ്ശേരി അരമനയിൽ അന്ന് 2 അച്ഛന്മാരേ ഉള്ളൂ. ബഹുമാനപ്പെട്ട മോൺസിഞ്ഞർ തോമസ് പഴയവർമ്മലച്ഛനും അഗസ്റ്റിൻ അച്ഛനും, ആ 2 പേരേ ഉണ്ടായിരുന്നുള്ളൂ അന്ന് അവിടെ. 2 പേരും എന്നെക്കാൾ മൂത്തവരാണ്. അതുകൊണ്ട് തന്നെ പിതാവിന് യാത്ര ചെയ്യുമ്പോൾ അവസരത്തിൽ ആരെങ്കിലും കൂട്ട് വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്നെ വിളിക്കുമായിരുന്നു അവിടെ പോകുവാൻ, പ്രത്യേകിച്ചും ഇടവക സന്ദർശനം നടത്തുന്ന അവസരത്തിൽ. അപ്പോഴൊക്കെ പിതാവിൻ്റെ ശൈലി ഞാൻ കൃത്യമായി കണ്ടിട്ടുണ്ട്. സമയം പറയും, ആ സമയത്ത് അരമനയിലെത്തിയിരിക്കണം. ആ സമയത്ത് പിതാവ് ഒരു കാപ്പിയും 2 കഷ്ണം ബ്രെഡുമായിട്ട് കാത്തിരിക്കും. ഒരുമിച്ച് കാപ്പി കുടിക്കും. പിന്നെ പിതാവിൻ്റെ ആ പഴയ ജീപ്പിൽ കയറിയിരുന്ന് യാത്ര ചെയ്യും. ആ യാത്ര ആരംഭിക്കുന്ന പ്രാർത്ഥനയോടെ ആരംഭിച്ച് പിതാവിൻ്റെ അടുത്ത് ഡ്രൈവറുടെയും പിതാവിൻ്റെ ഇടയ്ക്കാണ് ഞാൻ ഇരിക്കുക. പുറകിലിരുത്തുകയില്ല, പുറകിലിരുന്ന് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ തന്നെ ഇരുത്തും. പോകുന്ന വഴിക്ക് ആദ്യം 3-4 പത്രം മേടിക്കും, അതവിടെ സൂക്ഷിക്കും. പിന്നീട് അങ്ങോട്ട് ജപമാല ചൊല്ലുകയാണ് ഞങ്ങൾ പരിപാടി. പ്രാർത്ഥന ആരംഭിക്കാൻ പറയും. ഞങ്ങൾ പ്രാർത്ഥന ജപമാല 1, 2, 3 അതങ്ങ് തുടർന്നുകൊണ്ടേയിരിക്കും. കുറച്ച് കഴിയുമ്പോൾ ജപമാലയെല്ലാം ചൊല്ലിക്കഴിയുമ്പോൾ പിതാവ് അത്യാവശ്യം പാത്രമൊക്കെ ഒന്ന് ഓടിച്ച് നോക്കി എനിക്കും തരും പത്രം വായിക്കാൻ. പിന്നീട് കൃത്യസമയത്ത് 1 മിനിറ്റ് തെറ്റാതെ ആ പള്ളിയിലെത്തുന്നു, സന്ദർശനം നടത്തുന്നു. എല്ലാം കൃത്യം. എല്ലാവർക്കും അച്ഛന്മാർക്കും അറിയാം പിതാവിൻ്റെ കൃത്യനിഷ്ഠ, സമയനിഷ്ഠ. അതുകൊണ്ട് എല്ലാവരും സഹകരിക്കും. അങ്ങനെ വളരെ കൃത്യനിഷ്ഠയോടെ അദ്ദേഹം കാര്യങ്ങൾ നടത്തി. പിതാവിൻ്റെ കൃത്യനിഷ്ഠയും സമയനിഷ്ഠയും വളരെയേറെ പ്രസിദ്ധമാണ്. ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ആ അതിഥി സർക്കാർ പ്രിയത്വവും അവരും അനുകരിക്കേണ്ട വലിയൊരു നന്മയായിരുന്നു അദ്ദേഹത്തിന്. ഞാനൊക്കെ ഓർക്കുന്നുണ്ട്, ഞാൻ വെറും കൊച്ചനായിരുന്ന കാലത്ത് 24 വയസ്സിൽ അച്ഛനായി മാനന്തവാടിയിൽ 2 മാസം അശ്വന്ത്യ ജോലി ചെയ്ത ശേഷം പിന്നീട് വികാരിയായിട്ട് കുണ്ടുതോട്ടുന്ന ഇടവിലേക്ക് മാറുന്നു. ആ അവസരത്തിൽ പിതാവിനെ കാണാൻ ചെല്ലുമ്പോൾ എത്ര ഔദാര്യത്തോടും സ്നേഹത്തോടും പാലിഷ്യത്തോടും കൂടി ഞങ്ങളെ സ്വീകരിക്കുന്നത് ഞാൻ എപ്പോഴും ഓർക്കുകയാണ്. കാരണം പിതാവ് ഞങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ആരായാലും, ഏതച്ഛനായാലും, വലിയച്ഛനായാലും കൊച്ചനായാലും ചെന്ന് കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹം ഞങ്ങളെ സ്വീകരിക്കും, മുറി കാണിച്ചു തരും, കാപ്പി കുടിക്കാൻ കൊണ്ടുപോകും, പോയി വാഷ് ചെയ്തിട്ട് വരാൻ പറയും. എല്ലാം ഒരു പിതാവിൻ്റെ വാത്സല്യത്തോടും സ്നേഹത്തോടും കൂടി ചെയ്തൊക്കെ ഞാൻ ഓർക്കുകയാണ്. സെമിനാരിലായിരുന്ന കാലത്തും ഒത്തിരിയേറെ പ്രാവശ്യം അല്ലെങ്കിൽ ആഴ്ചയിൽ ഒന്നെങ്കിലും പിതാവിനെ കാണുമായിരുന്നു. ഞാൻ കാണണം. അന്നൊക്കെ എത്രയോ സ്നേഹവും വാത്സല്യവും പിതാവ് ഞങ്ങളോട് കാണിച്ചു. സത്യം പറഞ്ഞാൽ എൻ്റെ പൗരോഹിത്യത്തിൽ എന്നെ ഏറ്റവും കടപ്പെട്ടിരിക്കുന്നത് ദൈവം കഴിഞ്ഞാൽ പിതാവിനോടാണ്. കാരണം എന്നെ സെമിനാരിൽ സ്വീകരിച്ചു, പൗരോഹിത്യത്തിലൂടെ നടത്തിയെടുത്തു, പുരോഹിതനായി അഭിഷേകം ചെയ്തു. പിതാവിനെയാണ് എന്നെ അഭിഷേകം ചെയ്തത്. മറ്റ് എൻ്റെ ബാച്ചുകാരെല്ലാവരും ആലുവ സെമിനാരിൽ പോയിട്ട് പൗരോഹിത്യം സ്വീകരിച്ചപ്പോൾ എനിക്ക് ആഗ്രഹം പിതാവിൻ്റെ കയ്യിൽ നിന്ന് പട്ട് സ്വീകരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ പിതാവിൻ്റെ ചാപ്പലിൽ വെച്ച് ഞാനന്ന് പിതാവ് രോഗബാധിതനായിരുന്നു. എന്നിട്ടും പിതാവ് എനിക്ക് തിരുപ്പട്ടം നൽകി. അതിനുശേഷം എന്നെ മാർച്ച് അവസാനം ഏപ്രിൽ മാസത്തെ ആരംഭത്തിൽ മാനന്തവാടി രൂപതയിൽ കൊണ്ടുപോയി വിട്ടതും പിതാവിൻ്റെ ജീപ്പിന് പിതാവ് തന്നെ കൊണ്ടുപോയി വിട്ടു. പിന്നീട് അങ്ങോട്ട് പിതാവിൻ്റെ നന്മയും വാത്സല്യവും കരുതലും ഒത്തിരിയേറെ സ്വീകരിക്കാൻ സാധിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. നമുക്കറിയാവുന്നതുപോലെ മോസസ് വലിയ ദൗത്യം സ്വീകരിച്ചു. ആ ദൗത്യം തൻ്റെ ജനത്തെ വാഗ്ദാന ഭൂമിയിൽ എത്തിക്കുക എന്നുള്ളതായിരുന്നു. ആ ദൗത്യം എത്രയും കൃത്യമായും കർക്കശമായും മോസസ് നടപ്പാക്കി. ഓർക്കാം നമുക്ക്, നമ്മുടെ തലശ്ശേരി രൂപത 53 ആരംഭിക്കുമ്പോൾ പിതാവ് അഭിഷിക്തനായി കഴിയുമ്പോൾ എത്രയോ ചെറിയ രൂപതയായിരുന്നു. ചിതറിക്കിടക്കുന്ന ജനങ്ങൾ, ഇടവകളില്ലാത്ത, ശരിക്കും പറഞ്ഞാൽ ഇടയില്ലാത്ത ആറ്റൻ പറ്റും പോലെയായിരുന്നു അന്നത്തെ ജനത, ഈ കുടിയേറ്റ ജനത. ദാരിദ്ര്യം, രോഗങ്ങൾ, മലമ്പനി, വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങൾ, ഇതെല്ലാം സഹിച്ചുകൊണ്ട് ജീവിക്കുന്ന നിസ്സഹരായ ഒരു ജനതയാണ് അദ്ദേഹം കണ്ടെത്തിയത്. അന്ന് മരുഭൂമിയിൽ അലഞ്ഞു നടന്ന ഇസ്രായേൽക്കാരെ പോലുള്ളവരായിരുന്നു ഇവിടുത്തെ ജനതയും. പക്ഷേ പിതാവ് തൻ്റെ ദൈവാശ്രയബോധം കൊണ്ട്
കഴിവുകൊണ്ട്, ബുദ്ധിശക്തിയുണ്ട്, വിവേകം കൊണ്ട്, മുൻകൂട്ടി കാണാനുള്ള കഴിവുകൊണ്ടൊക്കെ ഈ രൂപതയെ കെട്ടിപ്പടുത്തു. ഇടവകൾ സ്ഥാപിച്ചു, വൈദികരെ അങ്ങോട്ട് അയച്ചു, അവർക്ക് പ്രോത്സാഹനം നൽകി, സഹായം നൽകി, സംരക്ഷണം നൽകി. ഇടവകളെല്ലാം വളരെ പിന്നീട് വളർന്നു വന്നു, കുറേശ്ശെ വളർന്നു, ജനങ്ങൾ പ്രാപ്തരായി. അപ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ചെറിയ ആതുരാലയങ്ങൾ, അവരെ സഹായിക്കാൻ സിസ്റ്റേഴ്സ്, അങ്ങനെ പിതാവ് എല്ലാ മേഖലകളിലും പ്രവർത്തിക്കുകയും ഈ രൂപതയെ ഏറ്റവും മനോഹരമായ ശക്തമായ രൂപതയാക്കി അദ്ദേഹത്തിന് മാറ്റിയെടുക്കാൻ സാധിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ കാലത്ത് തന്നെ മാനന്തവാടി രൂപതയുണ്ടായി, താമരശ്ശേരി രൂപതയുണ്ടായി, മറ്റങ്ങാടി രൂപതയുണ്ടായി. തീർച്ചയായിട്ടും ഇതെല്ലാം പിതാവിൻ്റെ വലിയ സന്തോഷത്തിൻ്റെയും അഭിമാനത്തിൻ്റെയും ഒപ്പം ദൈവത്തോട് കടപ്പാടിൻ്റെയും അവസരമായിരുന്നു. പിതാവിൻ്റെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ ദൗത്യം നടപ്പാക്കുമ്പോൾ തീർച്ചയായിട്ടും ദൃഢനിശ്ചയമുണ്ടാകുന്ന ഒരു വ്യക്തിക്ക് എത്രമാത്രം ദൃഢനിശ്ചയത്തോടുകൂടി എല്ലാ പ്രശ്നങ്ങളെയും പ്രതിബന്ധങ്ങളെയും തരണം ചെയ്തുകൊണ്ട് മോസസ് ആ മരുഭൂമി ജീവിതം കടത്തി വിട്ടുവോ, അതുപോലെ തന്നെയായിരുന്നു അഭിനന്ദ പിതാവും. വ്യക്തമായ ലക്ഷ്യബോധമുണ്ട്, കൃത്യമായ പ്ലാനിംഗ് ഉണ്ട്, സഹായിക്കാനായിട്ട് പ്രഗത്ഭരാച്ചന്മാർ, നടുവിലേക്കുറ്റ കുഞ്ഞാസച്ചനും മോൺസിഞ്ഞർ പഴയപറമ്പ് തോമാച്ചനും, പിന്നീട് പ്രഗത്ഭനായ വാരികാട്ടച്ഛനാണ്, മോൺസിഞ്ഞർ വാരികാട്ടാണ് തോമസ് അച്ഛന് ശേഷം വികാരി ജനറായിട്ട് വന്നത്. പീറ്റർ അച്ഛൻ പ്രൊക്കറേറ്റായിട്ട് വരികയാണ്. അവരുടെ നിസ്സഹായമായ സഹകരണം, അവരുടെ പ്രഗത്ഭമായ ഉപദേശ നിർദ്ദേശങ്ങളൊക്കെ പിതാവിനെ ഒത്തിരിയേറെ സഹായിച്ചു. ഈ 3 പേരും കൂടിയാണ് ആദ്യകാല വർഷങ്ങൾ, അതായത് കഷ്ടപ്പാടിൻ്റെയും ദുഃഖത്തിൻ്റെയും ദുരിതത്തിൻ്റെയും കാലഘട്ടങ്ങളിൽ രൂപതയെ നയിച്ചത്. ഒപ്പം തന്നെ പിതാവ് എന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഈ പാവപ്പെട്ട ജനതയെ നമ്മൾ എങ്ങനെയാണ് സഹായിക്കുക എന്നൊക്കെ. വൈകുന്നേരങ്ങളിൽ സാധാരണ നടക്കാൻ പോകും, മോൺസിഞ്ഞോർമാരാണ് കൂടെ നടക്കുക. എല്ലാ ദിവസവും വൈകുന്നേരം നടപ്പുണ്ട് പിതാവിന്, മഴയില്ലാത്ത ദിവസങ്ങളിലൊക്കെ. ഒന്നുകിൽ മോൺസിഞ്ഞോർ തോമസ് പഴയപറമ്പിൽ കൂടെ കാണും, പിന്നീട് വാരികാട്ടച്ഛൻ. ഇവർ രണ്ടുപേരും എല്ലാ അവസരങ്ങളിൽ പിതാവ് എന്നെ വിളിക്കും, ഫോൺ ചെയ്യും, നടക്കാൻ പോകുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഗേറ്റിങ്ങിൽ ഇടയ്ക്ക് നിന്നേക്കണമെന്നാണ്. അവിടെ ചെല്ലുന്ന നിൽക്കും. ആദ്യം പിതാവ് ഒരു കൊന്ത ചെല്ലും, ലത്തീനിലാണ് കൊന്ത ചെല്ലുക, മറുപടി ഞാനും ചൊല്ലും, പിന്നീട് ഞാൻ ചൊല്ലും. അങ്ങനെ ഒരു കൊന്ത ചൊല്ലി കഴിഞ്ഞ് പിന്നെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതിലൊന്ന് കറങ്ങി വീനസ് കോർണറിൽ കൂടി ചെന്നിട്ട് കോടതിക്ക് അവിടെ കൂടി തിരിച്ച് ബിഷപ്സിലെത്തുകയും ചെയ്യും. അതൊരു സ്ഥിരം പതിവായിരുന്നു. പലപ്പോഴും എനിക്ക് ആ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ ആ സമയത്തൊക്കെ പിതാവ് നേരിട്ടുമല്ലാതെയും എത്രയോ നിർദ്ദേശങ്ങൾ, സ്നേഹോപദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അതൊക്കെ ജീവിതത്തിലെ ഒരിക്കലും മറക്കാൻ സാധ്യമല്ലാത്ത കടപ്പാട് നിറഞ്ഞ അവസരങ്ങളായിരുന്നു ഞാൻ ഓർക്കുകയാണ്. ഇപ്രകാരം വ്യക്തിപരമായിട്ട് എന്നെ ഒത്തിരി സ്നേഹിച്ചു, പ്രോത്സാഹിപ്പിച്ചു, അനുഗ്രഹിച്ചു. എൻ്റെ പൗരോഹിത്യത്തിൽ ഞാൻ അന്ന് ആരായിരിക്കുന്നുവോ അത് ഞാൻ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് ആദ്യം സൂചിപ്പിച്ച ദൈവം കഴിഞ്ഞാൽ എൻ്റെ അവിടെ പിതാവിനോടാണ്. ഇപ്രകാരം അദ്ദേഹം പ്രവർത്തിച്ചു. മോസസിനെ പോലെ തന്നെ ദൃഢനിശ്ചയത്തോടെ പ്രവർത്തിച്ചു. ഒരു കാര്യം തീരുമാനിച്ചാൽ വെറും തീരുമാനമില്ല, പ്രാർത്ഥിച്ച് ചിന്തിച്ച് എടുക്കുന്ന തീരുമാനം. ആ തീരുമാനം എത്ര കഠിനമാണെങ്കിലും നടപ്പാക്കാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നു, സാധിച്ചിരുന്നു. അതുപോലെ തന്നെ ഏറ്റവും പ്രയാസമേറിയ സമയങ്ങളിലൊക്കെ അദ്ദേഹം ആശ്രയിച്ചിരുന്നത് യോസേപ്പ് പിതാവിനെയും പരിശുദ്ധ അമ്മയെയുമാണ്. ജപമാല അദ്ദേഹത്തിൻ്റെ ഒരു കൂടെപ്പിറപ്പ് എന്ന് പറഞ്ഞാൽ ജപമാല ചൊല്ലുക അദ്ദേഹത്തിൻ്റെ വലിയ ഒരു കൃപയായിരുന്നു മാതാവിന് ലഭിച്ചത്. പിന്നീട് യോസേപ്പ് പിതാവിനറിയാം, അദ്ദേഹത്തിൻ്റെ ഇടവക കുടക്കച്ചറയാണ്. ആ ഇടവകയുടെ മധ്യസ്ഥൻ യോസേപ്പ് പിതാവാണ്. അപ്പോൾ അന്നത്തെ കാലത്തൊക്കെ ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞിനോട് ഇടവക മധ്യസ്ഥൻ്റെ കഥയൊക്കെ പറഞ്ഞ് മാതാപിതാക്കന്മാരെ അവരെ വളർത്തിയെടുക്കും. ആ ഒരു അനുഗ്രഹം പിതാവിന് ലഭിച്ചു. മാതാപിതാക്കന്മാരുടെ നിർദ്ദേശവും ഉപദേശവും ഒപ്പം തന്നെ അവർ നയിച്ച വഴികളും കൂടെ യോസേപ്പ് പിതാവിൻ്റെ വലിയ ഭക്തനായ അദ്ദേഹം മാറി, ഇടവക മധ്യസ്ഥൻ്റെ. പിന്നീട് അങ്ങോട്ട് മലബാറിലേക്ക് വന്നപ്പോൾ അദ്ദേഹം തിരഞ്ഞെടുത്തത് യോസേപ്പ് പിതാവിനാണ് ഞങ്ങളുടെ രൂപതയിലെ മധ്യസ്ഥനായിട്ട്. അന്ന് പിതാവ് പറഞ്ഞിട്ടുണ്ട്, പാലായിൽ നിന്ന് പോരുന്ന അവസരത്തിൽ അഭിനന്ദ വയലിൽ പിതാവ് 2 സമ്മാനങ്ങൾ കൊടുത്തു. ഒന്ന് യോസേപ്പ് പിതാവിൻ്റെ ഒരു രൂപം, 2 പിതാവ് ഉപയോഗിച്ചിരുന്ന ഒരു പഴയ കാഡില്ലാ കാറും. ഈ 2 കാറും, ആ കാറിൻ്റെ പേര് ഞാൻ കൃത്യം ഓർക്കുന്നില്ല, ഒരു വലിയ കാറായിരുന്നു. പക്ഷെ അത് ഉപയോഗിച്ചിട്ടില്ല അധികം, കാരണം അതിന് വലിയ പെട്രോൾ ചിലവാണ്. വളരെ ചെറിയ അവസരങ്ങൾ മാത്രമേ ഇത് ആ കാർ ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളൂ. അല്ലാത്തപ്പോൾ സാധാരണ ജീപ്പാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് യാത്ര ചെയ്യാൻ ഉപയോഗിച്ചിരുന്നത്. ഇപ്രകാരം പാലായിൽ നിന്ന് ഈ വണ്ടിയും യോസേപ്പ് പിതാവിനെയുമായിട്ട് വന്ന പിതാവ് ആദ്യം താമസിച്ചത് അവിടെ തലശ്ശേരി അടുത്തുള്ള ആ സെൻറ്റ് ജോസഫ് സ്കൂളിനോട് അനുബന്ധിച്ചൊരു റൂമിലായിരുന്നു.
പിന്നീട് ഒരു വർഷം കഴിഞ്ഞപ്പോൾ അവിടെ ബുദ്ധിമുട്ട് ചില അസൗകര്യങ്ങൾ വന്നതുകൊണ്ട് അവിടുന്ന് അദ്ദേഹം മാറിയിട്ട് തലശ്ശേരി ഇപ്പോഴത്തെ ബിഷപ്പ് സെൻ്റർ തൊട്ട് വാതുക്കലുള്ള ഒരു കെട്ടിടത്തിലേക്ക് താമസം മാറ്റുകയും ചെയ്തു. അതായത് ഇപ്പോഴത്തെ ബിഷപ്പിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ജഡ്ജിമാരുടെ താമസ സ്ഥലത്തിനടുത്തായിട്ടൊരു വീട്ടിലാണ് അദ്ദേഹം താമസിച്ചിരുന്നത്. അദ്ദേഹം എന്നോട് പറഞ്ഞത് എങ്ങനെയാണ്, എന്നോടല്ല പലരോടും പറഞ്ഞിട്ടുണ്ട്, യൂസഫ്ദാൻ്റെ രൂപം അവിടുന്ന് പൊതിഞ്ഞ് കെട്ടിയാണ് കൊണ്ടുവന്നത്. ആ രൂപം എടുത്ത് ആ മേശപ്പുറത്ത് വെച്ചിട്ട് വഴിയിലേക്ക് തിരിച്ചു വെച്ചു. ഒരു പ്രതിജ്ഞ എടുത്തു, എന്ന് യേശു പിതാവ് എനിക്കൊരു സ്ഥിരമായ വാസഗ്രഹം ഒതുക്കുന്നു വന്ന് മാത്രമേ ഈ രൂപം ഞാൻ അഴിക്കുകയുള്ളൂ എന്ന്. ആ തരത്തിൽ അദ്ദേഹം ആ രൂപയോടെ സൂക്ഷിച്ചു. നേരെ ഓപ്പോസിറ്റ് ആയ ആ സ്ഥലത്ത് ഇന്ന് അതിരൂപത ആസ്ഥാനമായ ആ ഭൂമിക, ആ വീടുമൊക്കെ വി ആർ കൃഷ്ണയ്യർ എന്ന് പറയുന്ന അന്നത്തെ ഒരു മന്ത്രിയുടെ നമുക്കറിയാം, അദ്ദേഹം വലിയ പ്രഗത്ഭനായ അഡ്വക്കേറ്റായിരുന്നു. പിന്നീട് അദ്ദേഹം EMSൻ്റെ മന്ത്രിസഭയുടെ അംഗമായി. ആ കാലഘട്ടത്തിൽ അദ്ദേഹം ആ സ്ഥലം പല കാരണങ്ങളോട് വിൽക്കാൻ തീരുമാനിച്ചു. ഏതായാലും യോസേഫ് പിതാവിൻ്റെ മാധ്യസ്ഥം കൊണ്ട് ആ സ്ഥലം രൂപതയ്ക്ക് തന്നെ ലഭിക്കുകയും ആ രൂപത വാങ്ങുകയും ചെയ്തു. അതൊരു യോസേഫ് തന്നെ അത്ഭുതം എന്നല്ലാതെ നമുക്ക് വേറൊന്നും പറയാനെപ്പറ്റി സാധിക്കുകയില്ല. കാരണം അത്രയും മനോഹരമായ സ്ഥലം, അതിനേക്കാൾ മനോഹരമായ സ്ഥലം തലശ്ശേരി കിട്ടാനില്ല. കടലിൻ്റെ തീരത്ത്, റോഡ് സൈഡിൽ എല്ലാ സൗകര്യങ്ങളും നിറഞ്ഞ ഒരു പ്രത്യേക സ്ഥലം, അതൊരു മനോഹരമായ വീട്. ഇന്ന് പോലും അത് നൂതനമായ ഒരു ഹൗസാണ്, അതിൻ്റെ ഒറിജിനൽ ഹൗസ്. അത്രമാത്രം സുന്ദരമായി അതിൻ്റെ കൃഷ്ണയ്യർ അദ്ദേഹത്തിൻ്റെ ഏറ്റവും അറിവും കഴിവും പണവും ഉപയോഗിച്ച് മനോഹരമായി തീർത്ത സൗധം എന്ന് വേണമെങ്കിൽ പറയും. അദ്ദേഹത്തിന് വലിയൊരു ആഗ്രഹമായിരുന്നു. പക്ഷേ ചില പ്രത്യേക സാഹചര്യത്തിൽ അദ്ദേഹം വിൽക്കേണ്ടി വന്നു. വിറ്റു, നമുക്കത് കിട്ടി. തീർച്ചയായിട്ടും പിതാവ് അന്നും ഇന്നും എന്നും പറയും, പിതാവിൻ്റെ ഏക അത്ഭുതമാണ് അതിന് പയണമുണ്ടാക്കിയത്. അത് വി ആർ കൃഷ്ണനെ വിൽക്കാൻ തയ്യാറായത് നമുക്ക് ലഭിച്ചത്. ഏതായാലും അത്തരത്തിൽ മനോഹരമായ ഒരു സ്ഥലം നമുക്ക് ലഭിക്കുവാൻ കാരണം അത് യേശുപിതാവിൻ്റെ മധ്യസ്ഥം കൊണ്ടാണെന്ന് അത് എന്നും സാക്ഷ്യപ്പെടുത്തും. അദ്ദേഹം ആദ്യം ചെയ്തത് ആ ഹൗസിൽ വന്നിട്ട്, ഇപ്പോഴും ആ രൂപം അവിടെയുണ്ട്, കാറിൻ്റെ ആ പോർട്ടിക്കോയുടെ മുകളിൽ ആ രൂപം സ്ഥാപിച്ചു. അവിടുത്തെ ഇന്നും ആ രൂപം അവിടെയുണ്ട്. ആ അതിരൂപത കേന്ദ്രത്തിൻ്റെ അനുഗ്രഹവും ഐശ്വര്യവും യേശുപിതാവാണെന്ന് അദ്ദേഹം വീണ്ടും എപ്പോഴും പറയുകയും ചെയ്യും. പിന്നീട് പലപ്പോഴും എന്നോട് ഞങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്, വഴിക്ക് യാത്ര ചെയ്യുമ്പോഴേക്കുണ്ടായ ചില അത്ഭുതങ്ങളും സാഹചര്യങ്ങളും ഒക്കെ യേശുപിതാവ് ഒരുക്കി കൊടുത്തത്. യേശുവിനെ പ്രാർത്ഥിച്ച് പറയുകയുള്ളൂ, ആ പ്രാർത്ഥനയെ സുഫലമായി തീരുകയും ചെയ്യും. ഇപ്രകാരം മോസസ് വഴി നടന്ന വഴിയിലൂടെ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവം തിരഞ്ഞെടുത്ത താൻ ആ ദൈവത്തിൻ്റെ വചനം കേട്ട് ജീവിക്കണം എന്ന ചിന്തയോടുകൂടി ദൈവത്തിൽ ആശ്രയിച്ച് ആ ദൈവത്തിൻ്റെ വചനം എന്താണെന്ന് കൃത്യമായിട്ട് അറിഞ്ഞ് മലയിലേക്ക് പോയി ദൈവത്തെ ശ്രവിച്ച് ജനങ്ങളോട് പറയുന്ന ഒരു മോസസിനെ പോലെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് പിതാവ് ജീവിച്ചു. അദ്ദേഹത്തിൻ്റെ പിന്നീടുള്ള കാലഘട്ടം എന്ന് പറഞ്ഞാൽ ജീവിതകാലം മുഴുവനും ആ ദൗത്യം നിറവേറ്റലായിരുന്നു. മോസസിനെ പോലെ തന്നെ തൻ്റെ ജനങ്ങളെ ലക്ഷ്യസ്ഥാനത്തെത്തിക്കുക. അതിനെ അദ്ദേഹം 100% അതിൽ കൂടുതൽ വിജയിച്ച് നമുക്ക് അവകാശപ്പെടാൻ സാധിക്കും. കാരണം സാഹചര്യങ്ങൾ അങ്ങനെയൊക്കെയായിരുന്നു. എങ്കിലും അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ച് മറിയത്തിലും യേശുപിതാവിലും വിശ്വസിച്ചുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് പോയി. അദ്ദേഹം അതിൽ വിജയിക്കുകയും ചെയ്തു. എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഇന്ന് പിതാവിൻ്റെ കാലത്ത് ഞങ്ങൾ 200-ലധികം വൈദികരുണ്ടെങ്കിലും ഒറ്റക്കെട്ടായിരുന്നു ഞങ്ങൾ. ഒരു സംശയം കൊണ്ട് എനിക്ക് പറയാൻ സാധിക്കും. വ്യക്തിപരമായ ചില ആശയങ്ങളോ അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ അതിരൂപത കാര്യത്തിൽ പിതാവിൻ്റെ കൂടെ ഞങ്ങളെന്നും ഉണ്ടായിരുന്നു. ഒറ്റക്കെട്ട്. രൂപത എന്ന് പറഞ്ഞാൽ അഭിനന്ദ പിതാവും വൈദികരും അതിന് അഭിമാനപൂർവ്വം ഞങ്ങൾ ഓർക്കുന്ന വലിയ കാര്യമാണത്. ഒരു ഭിന്നതയും കൂടാതെ ഒരു എതിർപ്പും കൂടാതെ പിതാവ് ഞങ്ങൾ ഒരുമിച്ച് നിർത്തി. ഒരു പക്ഷേയില്ല രൂപതയുടെ ഇന്നത്തെ വളർച്ചയ്ക്കുള്ള നിദാനം ആ സംഘടിതമായ പ്രവർത്തനമായിരുന്നു. ആത്മാർത്ഥമായി സഹകരിച്ചുകൊണ്ട് പരസ്പരം പ്രോത്സാഹിപ്പിച്ച് പിതാവിനോടൊത്ത് പിതാവിൻ്റെ നിർദ്ദേശമനുസരിച്ച് ജീവിച്ച ആ വലിയ കാലഘട്ടം അതിനെ ഒരിക്കലും തിരിച്ചു വരികയില്ല. നമുക്കറിയാം, കാലം മാറിപ്പോയി, കാലം ഒത്തിരി മാറിക്കുന്നു. എങ്കിലും ഇന്നത്തെ ആ മനോഹരമായ അവസ്ഥ, പ്രത്യേകിച്ചും ആണ്ടിലൊരിക്കലാണ് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കാണുന്നത് വാർഷിക ധ്യാനത്തിൽ. ആ അവസരത്തിൽ പിതാവ് ഞാനുള്ളവരുടെ എന്നും പറയും, സെമിനാരിലാണ് ധ്യാനം നടക്കുക, അച്ഛന്മാർ കഷ്ടപ്പെട്ട് വരുന്നവരാണ്, അവർക്ക് നല്ല ഭക്ഷണമൊന്നുമില്ല, അതുകൊണ്ട് ഈ ആഴ്ച അവർ താമസിക്കുന്ന അവസരത്തിൽ ഏറ്റവും സൗകര്യങ്ങൾക്ക് ഒരുക്കി കൊടുക്കണം. അത് മാസങ്ങൾക്ക് മുമ്പേ ഒരുക്കാൻ തുടങ്ങും. ഏറ്റവും നല്ല ഭക്ഷണം കൊടുക്കണം. അങ്ങനെ പിതാവിന് അച്ഛന്മാരോടുള്ള ഞങ്ങളുടെ വാത്സല്യവും സ്നേഹവും ഒക്കെ കരുതലും കണ്ടറിയുന്ന ദിവസങ്ങളായിരുന്നു ധ്യാന ദിവസങ്ങൾ. എല്ലാവരെയും പേഴ്സണായിട്ട് കാണും. ധ്യാന സമയം മുഴുവൻ പിതാവ് അവിടെ ഉണ്ടായിരിക്കും. 2 ബാച്ച് ധ്യാനമാണ്. ധ്യാനത്തിലൊക്കെ പിതാവ് പങ്കെടുക്കും. അങ്ങനെ എല്ലാവരെയും സ്നേഹിച്ച്
എല്ലാവർക്കും നന്മ ചെയ്ത് കടന്നുപോയ ഒരു വലിയ മനുഷ്യൻ. ദീർഘായുസ് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്, കൃപയാണ് നമ്മൾ പറയാറുണ്ട്. സത്യമാണത്. പിതാവ് 90-97 വയസ്സ് വരെ സന്തോഷമായി ജീവിച്ചു. വലിയ രോഗബാധയൊന്നും ഉണ്ടാകാതെ തികച്ചും ആരോഗ്യവാനായി ജീവിച്ചു. അത് നമുക്കറിയാം, ഭക്ഷണത്തിൽ വളരെ കൃത്യനിഷ്ഠ പാലിച്ചിരുന്നു. ആ കൃത്യനിഷ്ഠയാണ് അദ്ദേഹത്തെ മുന്നോട്ട് ജീവിക്കാൻ നയിച്ചത്. ധാരാളം വെള്ളം കുടിച്ചിരുന്നു. ഇതിനാണ് ഞങ്ങളോട് പറയുമായിരുന്നു, വെള്ളം കുടിക്കുക, ധാരാളം കുടിക്കുക, വെള്ളം നിങ്ങളെ രോഗത്തിൽ രക്ഷിക്കുമെന്ന്. അത് സത്യമായിരുന്നു. അദ്ദേഹം 97 വയസ്സ് ജീവിച്ചു. പ്രായാധിക്യം കൊണ്ട് അദ്ദേഹം മരിച്ചു, കടന്നുപോയി. പക്ഷേ രോഗത്തെ ബാധിതനായി അധികം നാൾ കിടക്കാനോ ഒതിരിയാറ് വേദനിക്കാനോ ആരെയും ബുദ്ധിമുട്ടിക്കാനോ അദ്ദേഹത്തിന് ദൈവം അനുവാദം കൊടുത്തില്ല, അനുഗ്രഹം കൊടുത്തു. തീർച്ചയായിട്ടും ഭാഗ്യപ്പെട്ട മരണത്തിലൂടെ അദ്ദേഹം സ്വർഗത്തിലാണ് എന്ന് 100% നമുക്ക് ഉറപ്പിക്കാൻ. കാരണം ദൈവം തിരഞ്ഞെടുത്ത മനുഷ്യൻ ആ ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിച്ചു, ദൈവത്തിന് വേണ്ടി ജീവിച്ചു, താനിക്ക് നൽകിയ ജനങ്ങളെ സ്നേഹിച്ചു, അവർക്കൊണ്ട് ജീവിച്ചു, തനിക്കുള്ളതെല്ലാം അവർക്കൊണ്ട് ഒഴിഞ്ഞു വെച്ചു, ഏറ്റവും സ്നേഹത്തോടുകൂടി അവരെ കാത്തു പരിപാലിച്ചു. ആ സ്നേഹവും മത്സരവും കരുതലും ആ സഭയിലൂടെ ഇന്ന് തുറന്നുകൊണ്ടിരിക്കുന്നു. നമുക്കറിയാം, ആദ്യം മാനന്തവാടി രൂപത ഉണ്ടായി, തുങ്കഴി പിതാവ് അടുത്ത രൂപതാധ്യക്ഷനായി മാറി, പിന്നീട് താമരശ്ശേരി രൂപത വന്നു. അങ്ങനെ ഓരോ രൂപതകളും സ്ഥാപിക്കുമ്പോൾ പിന്നെ വലത്തങ്ങാടി രൂപത വന്നു. ഈ 3 രൂപതയും കാണുന്നുള്ള ഭാഗ്യത അദ്ദേഹം ലഭിച്ചു. പിന്നീടാണ് മറ്റു രൂപതകളുണ്ടാകുന്നത്. ഏതായാലും എല്ലാം കൃത്യമായി മോസസ് എപ്രകാരം ഭാഗ്യവാനായി നേബോ മലയിൽ വെച്ച് സ്വർഗത്തിലേക്ക് ഈ ദൈവം സമ്മതിക്കപ്പെട്ടുവോ, അതുപോലെ തന്നെ എല്ലാം കണ്ട് സന്തോഷിച്ച് ഒരു കൃതാർത്ഥനായ പൂർവ്വപിതാവിനെ പോലെ കടന്നു പോകാനുള്ള കൃപ ദൈവം അഭിനന്ദ പിതാവിന് നൽകി. തീർച്ചയായിട്ടും നമുക്ക് എന്നും അഭിമാനിക്കാവുന്ന ഒരു വ്യക്തിത്വമാണ് അഭിനന്ദ വള്ളപ്പള്ളി പിതാവിൻ്റേത്. ഈ രൂപത ഉള്ളിടത്തോളം കാലം, ഇസ്രായേൽ ജനത ജീവിക്കുന്നിടത്തോളം കാലം മോസസ് ഓർമ്മിക്കപ്പെടും, ആരാധിക്കപ്പെടും. അതുപോലെ തന്നെയാണ് വള്ളപ്പള്ളി പിതാവും. ഈ തലശ്ശേരി അതിരൂപത ഉള്ളിടത്തോളം കാലം അഭിനന്ദ വള്ളപ്പള്ളി പിതാവിൻ്റെ പേര് അവിടെ ഉണ്ടായിരിക്കും. സത്യമാണത്. ആർക്കും മാറ്റാൻ സാധിക്കുകയില്ല, ആർക്കും അതിനെ കടത്തിവിട്ടാൻ സാധിക്കുകയില്ല. നമുക്കറിയാം. ഇപ്രകാരം ധന്യനായ ആ പിതാവിൻ്റെ സ്മരണ വ്യക്തിപരമായിട്ട് പറഞ്ഞ് എനിക്ക് ഒത്തിരിയേറെ കാര്യങ്ങൾ പറയാനുണ്ട്. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ അദ്ദേഹം ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ, കൃപകളൊക്കെ ഒത്തിരിയുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഞാനിന്ന് ഓർക്കുന്നതും എന്നെ സ്വാധീനിച്ചതും ഒരു കാര്യം, ഞാൻ 24 വയസ്സുള്ളപ്പോഴാണ് കുണ്ടുതോട്ടിൽ വികാരിയായിട്ട് ചെല്ലുന്നത്. ഒന്നും അറിയില്ലാത്തൊരു കൊച്ചു. പ്രത്യേകിച്ച് ഞാൻ പഠിച്ചത് തൃശ്ശനാപ്പള്ളിയിലാണ്. ജെസ്യൂട്ട് വൈദികരുടെ സംരക്ഷണയിലായിരുന്നു. അവരാണ് എന്നെ പഠിപ്പിച്ചതുമൊക്കെ. ആ സെമിനാരി അവിടെ നടത്തിക്കൊണ്ടിരുന്നതാണ്. അപ്പോൾ ഇന്ന് പിതാവും ജെസ്യൂട്ടിൽ വൈദികരാൽ പരിശീലിപ്പിക്കുന്ന വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന് പ്രത്യേക താല്പര്യം അതുകൊണ്ട് എന്നോട് ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു. ഏതായാലും അവിടെ ചെന്ന് ഏതാനും നാൾ കഴിഞ്ഞപ്പോൾ അവിടെ ഒരു പ്രത്യേക സാഹചര്യമുണ്ട് ആ പള്ളിക്ക്. അത് ഒരു ചെറിയ പള്ളി, 10-90 വീട്ടുകാരേ ഉള്ളൂ. ചുറ്റും ഒരു വശത്ത് റിയൽ കമ്പനിക്കാരുടെ ഒരു 5000 ഏക്കർ തോട്ടവും വനവുമുണ്ട്. കൂടാതെ കതലിക്കാട്ടിക്കാരുടെ വലിയ എസ്റ്റേറ്റും ഒരു വശത്ത്. ഇപ്രകാരം ചുറ്റപ്പെട്ട ഒരു സ്ഥലം, എസ്റ്റേറ്റ് ഒരു വശത്ത്, ഒരാവശ്യം എസ്റ്റേറ്റിലാണ് കിലോമീറ്റർ അകലെയാണ് ആളുകളുടെ താമസമൊക്കെ. അങ്ങനെയുള്ള സ്ഥലത്ത് ഈ എസ്റ്റേറ്റിൽ കൂടെ ഒരു 4 കിലോമീറ്റർ യാത്ര ചെയ്യണം ഞങ്ങൾക്ക് പള്ളിക്കലും ആ ഇടവയിലും എത്തണമെങ്കിൽ. എസ്റ്റേറ്റ് ഒരു വശത്ത് അവിടെ ഒരു ഗേറ്റ് വെച്ചിട്ടുണ്ട്. അവർ റിയൽ കമ്പനിയുടേതായിരുന്നു എസ്റ്റേറ്റ്. അവരത് സ്വാതന്ത്ര്യം കഴിഞ്ഞപ്പോൾ കുറേ വർഷങ്ങൾ അവർ പരിപാലിച്ചു, പിന്നെയുള്ളത് വിറ്റു. പാലക്കാർ 2 ധാനാട്ടിലാണ് ആ സ്ഥലം ഏറ്റെടുത്തത്. പാലക്കാർ വരുന്നത് കണ്ടപ്പോഴേക്കും ഒത്തിരി സന്തോഷമായ, കാരണം നാട്ടുകാരാണല്ലോ, റോഡ് തുറന്നു കിട്ടുമെന്ന് ഓർത്ത് ഞങ്ങൾ ആ റോഡ് ഒരു ഗേറ്റ് ഇട്ട് അവർ അടിച്ചിരുന്നു. തൊട്ടിപ്പാലത്ത് നിന്ന് വരുമ്പോൾ ഇവിടെ നിന്ന് ഞങ്ങൾക്ക് തൊട്ടിപ്പാലത്ത് 4 കിലോമീറ്റർ 5 കിലോമീറ്റർ നടക്കണം. അവിടെ ചെന്നൊരു ഗേറ്റുണ്ട്. ആ ഗേറ്റ് അവർ പൂട്ടിയിരിക്കും. ആ ഗേറ്റ് കടന്ന് ഏതെങ്കിലും വാഹനം പോരണമെങ്കിൽ നടക്കാനുള്ള വഴിയുണ്ട്, വാഹനം കിടക്കണമെങ്കിൽ ആ ഗേറ്റ് തുറന്ന് കിട്ടണം. അതിന് ഒരാൾ എസ്റ്റേറ്റ് മാനേജർ ഇരിക്കുന്നത്, അല്ലെങ്കിൽ എസ്റ്റേറ്റ് ഓഫീസ് ഇരിക്കുന്നത് കുണ്ടുതോട്ടിലാണ്. അവിടെ വന്ന് കത്ത് മേടിച്ച് അല്ലെങ്കിൽ ഒരു രസീത് 5 രൂപ കൊടുത്ത് രസീത് കൂടെ കൊടുക്കണം, തുറക്കാൻ പറ്റുള്ളൂ. അങ്ങനെ കുണ്ടുതോട്ടിൽ നിന്ന് ഒരാൾ, ഒരു സ്ത്രീക്ക് പ്രസവവേദന ആരംഭിച്ചു. മഴക്കാലമാണ്. അവരെ കൊണ്ട് ജീപ്പിന് വരുമ്പോൾ ഇത് ഗേറ്റ് തുറന്നു കിട്ടാൻ താമസിച്ചു. ആ ബുദ്ധിമുട്ടായി. അവർ വഴിക്ക് വെച്ച് മരിക്കുകയും ചെയ്തു. വലിയ ദുഃഖമായി എല്ലാവർക്കും, വലിയ പ്രതിഷേധവുമായി. ഏതായാലും അതിനുശേഷം അവർ അവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടിക്കാർ, അന്ന് ആ ഭാഗത്തെല്ലാം മാർക്സിസ്റ്റ് ഇഷ്ടംപോലെ ഉണ്ട്, പഞ്ചായത്ത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആയിരുന്നു, അവർ പരമായിട്ട് ആ ഗേറ്റ് എടുത്ത് ഓട്ടിലിട്ടു. അത് എൻ്റെ പ്രേരണയാണെന്ന് ഈ മുതലാളിമാർ ധരിച്ചു വശായി
കാരണമുണ്ട്. ഞാനിവിടെ ഒരു സൺഡേ സ്കൂൾ പണിയാൻ ആരംഭിച്ചപ്പോൾ അതിന് പെർമിഷൻ കിട്ടാൻ വേണ്ടി ഞാൻ പഞ്ചായത്ത് ഓഫീസിൽ ചെന്നു. തൊട്ടിപ്പാലത്താണ് പഞ്ചായത്ത് ഓഫീസിൻ്റെ ആൾക്ക് നമുക്കറിയാം. പഞ്ചായത്ത് പ്രസിഡൻറ്റ് എല്ലാവരും പാർട്ടിക്കാരാണ്, മുഴുവൻ അവരെല്ലാം പാർട്ടിക്കാരായിരുന്നു. ഞാൻ ഓഫീസിൽ ചെന്നപ്പോൾ പെർമിഷൻ ചോദിച്ചപ്പോൾ ഓഫീസിൽ അവിടെ പറഞ്ഞു പ്രസിഡൻറ്റ് പുറത്തേക്ക് പോയതാണ്, അത് ആ കാണുന്നതാണ് മാർക്സിസ്റ്റ് പാർട്ടി ഓഫീസ്, അവിടെ ചെന്ന് കാണാമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം അടുത്ത വണ്ടിക്ക് വടകരയ്ക്ക് പോവുകയും ചെയ്തെന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് ഓടി അവിടെ ചെന്നു, അദ്ദേഹം കണ്ടു, കാര്യം സാധിച്ചു, തിരിച്ചു പോന്നു. ഈ രണ്ട് കാര്യങ്ങളും, ഒന്ന് ഈ ഗേറ്റ് പറിച്ച കാര്യം, അത് എൻ്റെ പ്രേരണയാണ്. രണ്ട്, ഞാൻ മാർക്സിസ്റ്റ് പാർട്ടി ഓഫീസിൽ പോയി ഇത് രണ്ടും അതിനെ അറിയിച്ചവർ. കൂടാതെ പ്രകോപനമായിട്ട് വേറൊരു കാര്യം കൂടെ ഉണ്ടായി. എൻ്റെ അവിടുത്തെ ഒരു അധ്യാപകൻ ഈ പ്രശ്നമെല്ലാം വന്നപ്പോഴത്തേക്ക് ചെറിയ വിറ്റ് നോട്ട്സ് അടിച്ചു. ഒരു നോട്ടീസ് അടിച്ചിട്ട് വൈകുന്നേരം 8 മണിയായപ്പോൾ എൻ്റെ അടുത്ത് വരികയാണ് ഒരു നോട്ടീസ് കെട്ടുമായിട്ട്. വായിച്ച് നോക്കുമ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അതായത് ഒരു നക്സൽ ബാരിക്കാർ എഴുതുന്ന ഭാഷയിലാണ് സാറ് ഈ നോട്ടീസ് ഉണ്ടാക്കിയിരിക്കുന്നത്. അവർ അടിക്കണം, പിടിക്കണം, ഓടിക്കണം എന്നൊക്കെ പറഞ്ഞുള്ള ഒരു വല്ലാത്തൊരു നോട്ടീസ്, നോക്കുമ്പോൾ അംഗീകരിക്കാൻ പറ്റാത്തൊരു നോട്ടീസാണ്. നിർഭാഗ്യം എന്ന് പറയട്ടെ, അടിയിൽ എൻ്റെ പേര് വെച്ചിട്ട്, എൻ്റെ പേരാണ് അടിയിൽ വെച്ചത് സാറ്. അതായത് ഇടവക്കാരെ നാട്ടുകാരെ ഇളക്കാൻ വേണ്ടിയിട്ട് തോണിപ്പാറ അച്ഛൻ്റെ നോട്ടീസായിട്ട് വെച്ചു. ഞാൻ ഞെട്ടി സങ്കടപ്പെട്ടു. എന്നാ ചെയ്യുന്നു സാറേ, എന്നാ മണ്ടത്തരാണ് കാണിച്ച്, സാറേ ഈ നോട്ടീസ് ആർക്കും കൊടുത്തോ? അത് കൊടുത്ത് ഞാൻ വെച്ചാൽ പോരുന്ന വഴിക്ക്, ഞാൻ നടന്നാൽ വരുന്ന വഴിക്ക് കണ്ടവർക്ക് ഞാൻ നോട്ടീസ് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ബാക്കി നോട്ടീസ് കിട്ടി. ഞാനത് പക്ഷേ ഞായറാഴ്ച പള്ളി കൊണ്ടക്കാടായിട്ട് നോട്ടീസ് കൊണ്ടുവന്നിരിക്കുന്നത്. അത് ഞാൻ പിടിച്ചു വെച്ചു, നോട്ടീസ് പിടിച്ചു വെച്ചു. പക്ഷേ ഈ നോട്ടീസിൻ്റെ കോപ്പി ഈ മാനേജർമാരുടെ കയ്യിലെത്തി. അവരത് വീഴാതെ കെട്ടാതെ പിതാവിൻ്റെ അടുത്തെച്ചു. ആരായാലും, പിതാവല്ല ആരായാലും നമ്മുടെ അങ്ങേറ്റം വെറുക്കും. കാരണം അതുമാത്രമൊരു ഏറ്റവും മോശമായ രീതിയിലുള്ള നോട്ടീസായിരുന്നത്. അപ്പം പ്രശ്നമെത്തി. 3 പ്രശ്നങ്ങളാണ് എൻ്റെ അടുത്തെത്തിയിരിക്കുന്നത്, എന്നെ പറ്റി പറഞ്ഞിരിക്കുന്നത്. പിതാവ് എന്നെ വിളിപ്പിച്ചു. അപ്പോൾ എനിക്ക് പേടിയായിട്ട് പോകാൻ അടുത്തുള്ള വീട്ടാങ്കലച്ചനെയും കൂട്ടുകൂട്ടി ഞങ്ങൾ വൈകുന്നേരം അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ അന്നത്തെ 2 അച്ഛന്മാരവിടെ വരാതെ നിൽപ്പുണ്ട്. പ്രശ്നങ്ങളൊക്കെ എല്ലാവർക്കും അറിഞ്ഞതാണ്. ഇത് ഒരിക്കലും ഒരു അച്ഛനൊന്നും ഉണ്ടാകാൻ പാടില്ലാത്ത പ്രശ്നങ്ങളാണ് 3 അതുകൊണ്ട് കയറി ചെന്നപ്പോഴേ അവർ കണ്ണവാൻ ഞങ്ങളെ വഴക്ക് പറഞ്ഞു. ഒച്ചപ്പാട് കേട്ടിട്ട് പിതാവ് ഇറങ്ങി വന്നു. പിതാവ് ഇറങ്ങി വന്നിട്ട് അവരെ ശാസിച്ചു. നിങ്ങൾ എന്നാ വർത്താനാണ് പറയുന്നത്? അച്ഛന്മാർ കഷ്ടപ്പെട്ട് നടന്ന് പിടിച്ച് ഇവിടെ വന്നിട്ട് അവർ ഉച്ചയ്ക്കുമ്പോൾ അവർ പോകുന്നവരാണ്. അവിടുന്ന് ഒരു കാപ്പി കൊടുത്തോ മുഖം കഴിയാൻ സൗകര്യം കൊടുത്തോ അവരെ ശാസിച്ചു. ഞങ്ങൾ കൂട്ടിക്കൊണ്ടുപോയി ഞങ്ങൾക്കൊരു മുറി തന്നു. ഞങ്ങൾ വാഷ് കഴിഞ്ഞ് പുറത്തിറങ്ങി കഴിയുമ്പോൾ പിതാവ് കാത്തു നിൽപ്പുണ്ട് അവിടെ. ഞങ്ങൾ കൂട്ടിക്കൊണ്ടുപോയി കാപ്പി തന്നു, കുറേ നേരം സംസാരിച്ചു. പിന്നീട് എന്നോട് പറഞ്ഞു മുറിയിലേക്ക് വരാൻ പറഞ്ഞു. ഞാൻ മുറിയിൽ ചെന്നു. സത്യങ്ങളല്ല ഞാൻ പിതാവിനോട് പറഞ്ഞു. സത്യമുണ്ടായി, ഇതാണ് 3 കാര്യങ്ങൾ. അതിന് പിതാവ് 100% എന്നെ വിശ്വസിച്ചു. കാരണം എൻ്റെ പിതാവിനറിയാം. അതുകൊണ്ട് മണ്ടത്തരം ഞാൻ കാണിക്കരുത്, പിതാവറിയാം. അബദ്ധങ്ങളാണ് കാണിച്ചത് മനസ്സിലായി. പിറ്റേ ദിവസം ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുകയാണ്. ചർച്ചയ്ക്ക് ഈ 2 മുതലാളിമാരും അവിടെ കുറച്ച് ആൾക്കാരും വന്നിരുന്നു. ഞാൻ മാത്രം വീട്ടിൽ ഞങ്ങൾ പിതാവിൻ്റെ അടുത്ത് ചർച്ചയ്ക്ക് പോയി കാര്യങ്ങൾ പറഞ്ഞു. പിതാവ് എനിക്ക് വേണ്ടി പറഞ്ഞു. 3 സംഭവം ഇങ്ങനെയാണ് ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹത്തിന് ഒരു തെറ്റും ഞാൻ അച്ഛന് കാണുന്നില്ല. ഒന്ന്, ഗേറ്റ് പറിച്ചത് അച്ഛനോ നിൽക്കുന്ന ആളല്ലെന്ന് എനിക്കറിയാം. മറിച്ച് പഠിക്കുന്ന എന്നെ കൃത്യമായി ഞാൻ അന്വേഷിച്ചു. അത് പാർട്ടിക്കാർ ചെയ്ത പണിയാണ്. അച്ഛനും അറിഞ്ഞിട്ട് പോലുമില്ല. രണ്ടാമത്തെ കാര്യം, പാർട്ടി ഓഫീസിൽ പോയത്. നിങ്ങൾക്ക് എന്നാ വിചാരിക്കുന്നത്? പാർട്ടി ഓഫീസ് പോയത് തെറ്റാണോ? ഞാൻ താമസിക്കുന്നത് ഒരു മാർക്സിസ്റ്റ് പാർട്ടിക്കാരൻ മന്ത്രിയുടെ വീട്ടിലാണ് താമസിക്കുന്നത്, എന്താ കുഴപ്പം? അത്തരത്തിൽ അവരോട് പറഞ്ഞ് സംസാരിച്ചു. നോട്ടീസിൻ്റെ കാര്യം പിതാവിന് ബോധ്യപ്പെട്ടു. ആട്ടെ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പിതാവ് പറഞ്ഞു, അച്ഛൻ എന്നാ പറഞ്ഞു? ഞാൻ പറഞ്ഞു ഇക്കാര്യത്തിൽ ഞാൻ ആവശ്യത്തിലേറെ സഹിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇനി ഇക്കാര്യം ഞാൻ ഇടപെടുന്നതിൽ പിതാവിൻ്റെ തീരുമാനം ഞാൻ അംഗീകരിച്ച് പൊക്കോളാം എന്ന് പറഞ്ഞു. അപ്പോൾ പിതാവ് പറഞ്ഞു, ഞാൻ തീരുമാനം പറയുകയാണ്, നിങ്ങൾ ഗേറ്റ് പോയി തുറന്ന് കൊടുത്തേക്കുക. നമ്മുടെ ആൾക്കാരല്ലേ താമസിക്കുന്നത്, നിങ്ങൾക്കൊരു നഷ്ടവും വരികയില്ല. അപ്പോൾ അവർ പറഞ്ഞു ഒരു 10 പൈസ 50 പൈസ തുടങ്ങി 50 പൈസ പിന്നെ അവിടെ ടോൾ വെക്കണം. 10 പൈസ ടോൾ വെക്കണം. 10 പൈസ അന്നത്തേക്കാലം ചെറിയ വലിയ പൈസ, ഇന്നത്തെ 2 രൂപ 10 രൂപയുടെ വിലയുണ്ടാവും. പിതാവ് സമ്മതിച്ചില്ല. പിതാവ് ഒരു നിരുപാധികം ഗേറ്റ് തുറന്നു കൊടുക്കണമെന്ന് പറഞ്ഞു. ഭയങ്കര സന്തോഷിക്കുന്ന പറഞ്ഞാൽ ജീവിതത്തിൽ പെട്ടുപോയി എന്ന് കരുതുന്ന ഒരു അവസരത്തിൽ, അത് നമ്മൾ തീരെ ചെറുപ്പക്കാർ 10-26 വയസ്സുള്ള ഒരു കൊച്ചച്ഛൻ ഒന്നും പറയില്ലാത്ത ഒരു കാലഘട്ടം, നിസ്സഹായനായ മനുഷ്യൻ, വീട്ടുകാരൊക്കെ നാട്ടിലാണ്. അങ്ങനെ ഒരു അവസരത്തിൽ പിതാവ് എന്നെ അന്നത്തെ ഒരു വലിയ പ്രശ്നമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായിട്ട് അതിൽ നിന്ന് പൂർണ്ണമായി രക്ഷിച്ചു. അത് ഞാൻ ഒരിക്കലും മറക്കില്ല. പിതാവ് കാണിച്ച ആ കാരുണ്യം, അതാണ് തെറ്റിദ്ധരിക്കാൻ വരും തന്നെ. ഞാൻ എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തി. ഞാൻ പിന്നെ 100% എനിക്ക് ഉറപ്പുണ്ട് എൻ്റെ ഭാഗത്ത് തെറ്റില്ല എന്ന്. അതെൻ്റെ ജീവിതത്തിൽ ഏറ്റവും സ്വാധീനിച്ച്, അതാ പിതാവ് എനിക്ക് ഒത്തിരി സ്നേഹവും കരുതൽ നൽകിയിട്ടുണ്ടെങ്കിലും എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഏറ്റവും സ്വാധീനിച്ച
ഒരു സംഭവമായിരുന്നത്. പിറ്റേ വർഷം പിതാവിനെ തലശ്ശേരി കുളിപ്പിക്കുന്നു. ഞാനോർത്തു പഴയതിൻ്റെ ഒരു പ്രശ്നമില്ലായിരിക്കുന്നു. പക്ഷേ പിതാവ് പറഞ്ഞു, അച്ഛനെ മനസ്സുമനാലിലേക്ക് സ്പിരിച്വൽ ഫാദറായിട്ട് പിന്നെ വൈസ് സെക്രട്ടറി നിശ്ചയിക്കുകയാണ്. അച്ഛന് അടുത്ത മാസം 15-ാം തീയതി ഇവിടെ നിന്ന് ചാർജ് എടുക്കണം എന്ന് പറഞ്ഞ് എന്നെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടു. പിന്നീട് അടുത്ത 13 വർഷങ്ങൾ പിതാവിൻ്റെ സംരക്ഷണയിൽ ഞാൻ തലശ്ശേരി ജീവിച്ചു. ഇത് അസമയം ഇതൊരു വലിയ, ഇന്ന് പറയുമ്പോഴും എനിക്കത് വികാരമുണ്ട് എനിക്ക്. കാരണം അത്രമാത്രം വൈകാരികമാണ് ആ അവസ്ഥ. പിതാവിനടുത്ത സ്നേഹം ഞാൻ അനുഭവിച്ച് അറിഞ്ഞത് എന്നാണ്. സത്യം മനസ്സിലാക്കാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ്, ഒപ്പം അത്രയും വലിയ ധനാഢ്യരായ മനുഷ്യരോട് കാർക്കശ്യത്തോടുകൂടി നിങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന് പറയാനുള്ള ആ മനോധൈര്യം, അതൊക്കെ മോസത്തിൽ നാം കണ്ടെത്തുന്ന ആ ധീരതയുടെ ലക്ഷണമായിട്ട് കണക്കാക്കുകയാണ്. എൻ്റെ പിതാവിന് ഒത്തിരിയേറെ സ്നേഹത്തോടുകൂടി ആത്മശാന്തിക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. എന്നും ഞാൻ പിതാവിനെ അനുസ്മരിക്കാറുണ്ട്, പിതാവിനോട് പ്രാർത്ഥിക്കാറുണ്ട്. കാരണം പൗരോഹിത്യമെന്ന ആ മഹത്തായ ദാനം എനിക്കിന്ന് ഉണ്ടെങ്കിൽ, നിലനിൽക്കുന്നുണ്ടെങ്കിൽ, ഇങ്ങനെയൊക്കെ ജീവിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് പിതാവിൻ്റെ കരുതലും കരുണയുമാണ്. അത് ജീവിച്ചു പോകുന്നു. പിതാവിന് ഒത്തിരി സന്തോഷത്തോടെ നന്ദി പറഞ്ഞുകൊണ്ട് ഇതിനെല്ലാം ഒരുക്കുന്ന സ്വർഗീയ പിതാവിന്, നല്ല ഈശോയ്ക്ക് നന്ദി പറയുന്നു. പിതാവിനെ സ്വർഗത്തിൽ എത്തുമ്പോൾ നേരിട്ട് കാണാമെന്നുള്ള പ്രതീക്ഷയിൽ ജീവിക്കുന്നു. പിതാവിൻ്റെ അനുഗ്രഹം പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.